ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്നെ കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ക്രിസ്തുയേശുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പകാലത്തിന് ശേഷമാണ് ഞാൻ വീണ്ടും ചില ദൈവവചന ആലോചനയുമായിട്ട് നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നത്. ഞാൻ ഈ ചാനലിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതെല്ലാം ദൈവരാജ്യ വെളിപ്പാടിൽ നിന്നിട്ടാണ്. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. പരിശുദ്ധാത്മാവ് ആ ഒരു മേഖലയിലൂടെയാണ് എന്നെ നടത്തുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്കറിയാം, യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നിട്ട് മനുഷ്യരാശിക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് യേശു കർത്താവ് ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിച്ചു. ഞാൻ പല ദൈവാസന്മാരായിട്ടും ദൈവമക്കളായിട്ടും ഞാൻ പല കാര്യങ്ങളും, ആത്മീയമായ പല കാര്യങ്ങളും സംസാരിക്കുമ്പോൾ കർത്താവ് തന്ന വെളിപ്പാടനുസരിച്ച് ഞാൻ പലരോടും ഞാൻ ചോദിക്കാറുണ്ട്, യേശു ഈ ഭൂമിയിൽ വന്നിട്ട് നമുക്ക് നൽകിയ അനുഗ്രഹം എന്താണ്, വിടുതൽ എന്താണ്, എന്തിനാണ് യേശു ഭൂമിയിലേക്ക് വന്നത് എന്ന് ഞാൻ പലരോടും ചോദിക്കാറുണ്ട്. ഇപ്പോൾ പലരും പറയാറുണ്ട്, യേശു വന്നത് നമ്മുടെ പാപപരിഹാരത്തിനായിട്ടാണ്, മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് വില കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് യേശു ഭൂമിയിലേക്ക് വന്നത് എന്നുള്ളത്. എന്നാൽ അത് സത്യമാണ്, ഏറ്റവും വലിയ കാര്യം അത് തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം തീർന്നോ യേശുവിൻ്റെ വരവ് കൊണ്ട് നമുക്കുള്ള അനുഗ്രഹങ്ങൾ? ഇല്ല. അതുകൊണ്ട് മാത്രം തീർന്നില്ല യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ മനുഷ്യരാശിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ. പക്ഷെ അനേകർക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു തിരിച്ചറിവ്, ആ ഒരു വെളിപ്പാട് അനേകർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് പലരുടെയും മറുപടിയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യമാണ്. എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ നമുക്ക് നൽകിയ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് മനുഷ്യരാശിയുടെ രക്ഷ. നമ്മുടെ പാപത്തിന് പരിഹാരമായി ക്രൂശിൽ കർത്താവ് തന്നെ യാഗമായി സമർപ്പിച്ചു. ആ യാഗത്തിലൂടെ മാത്രമേ ഉള്ളൂ ഏതൊരു മനുഷ്യനും രക്ഷ. ദൈവത്തിൻ്റെ കൃപയാൽ അനേകർക്കിത് മനസ്സിലാക്കുവാനും ആ രക്ഷകനെ ഹൃദയത്തിലേക്ക് കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചുകൊണ്ട് രക്ഷയിലേക്ക് പ്രവേശിക്കുവാനെല്ലാം കഴിഞ്ഞു. പക്ഷെ എനിക്ക് പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നത്, ഈ ഭൂമിയിലേക്ക് യേശുവിൻ്റെ വരവിലൂടെ മനുഷ്യരാശിക്ക് എന്തെല്ലാമാണ് ദൈവം തന്നത് എന്നുള്ളത് എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ വചനപ്രകാരം വെളിപ്പെടുത്തി തന്ന ചില കാര്യങ്ങൾ ഞാൻ ആദ്യമായിട്ട് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുക. അതിനുശേഷം ഞാൻ കർത്താവ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുവാനായിട്ട് തന്ന ഒരു വാക്യം വായിക്കും. നമുക്ക് ലഭിക്കുന്ന സമയത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഇന്ന് ഞാൻ അതുമായി ബന്ധപ്പെട്ട ചില ആലോചനകൾ നിങ്ങളുമായി ഷെയർ ചെയ്യുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. സകലവും ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ നടത്തണം. അതിനായി ഞാൻ ദൈവസന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. ആദ്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ സ്നാപക യോഹന്നാൻ, യേശുവിനെ ലോകത്തിന് വെളിപ്പെടുത്തുവാനായിട്ട് ദൈവം നിയോഗിച്ചാക്കിയ സ്നാപക യോഹന്നാൻ പ്രസംഗിച്ചു തുടങ്ങിയത്, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്നാണ്. അതുപോലെ യേശുവിൻ്റെ ശുശ്രൂഷ തുടങ്ങുമ്പോഴും യേശു പ്രസംഗിച്ചു തുടങ്ങുന്നത് അതാണ്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ. അപ്പോൾ യേശു ഈ ഭൂമിയിൽ വന്നിട്ട് ഇവിടെ ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിച്ചിട്ടുണ്ട്, സ്വർഗരാജ്യം സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അങ്ങനെ പ്രസംഗിച്ചത്. പക്ഷെ അതിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരു മാനസാന്തരം ആവശ്യമാണ്. അതെന്താണെന്ന് നമുക്ക് പിന്നീട് സംസാരിക്കാം.
ഇപ്പോൾ നമ്മൾ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അപ്പോൾ യേശു ഈ ഭൂമിയിൽ വന്ന് സ്വർഗരാജ്യം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് യേശു ഈ ഭൂമിയിലേക്ക് സ്വർഗരാജ്യം താൻ സ്ഥാപിച്ച രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ മനുഷ്യരാശിക്ക് ഒരു യോഗ്യത ആവശ്യമായിരുന്നു, പാപം മോചിച്ച് കിട്ടുക എന്നുള്ളത്. അങ്ങനെ ആ പാപത്തിന് പരിഹാരമായി യേശു തന്നെ യാഗമായിട്ട് സമർപ്പിച്ചു. ആ പാപമോചനം ലഭിച്ചവരെല്ലാവരും സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിച്ചു, അഥവാ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. എന്നെ കേൾക്കുന്ന നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിലാണ്. അതാണ് നമ്മൾ ഫിലിപ്പിയ ലേഖനം 3:20 നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അപ്പം നമ്മുടെ പൗരത്വം സ്വർഗത്തിലെന്ന് പറഞ്ഞാൽ യേശു ഭൂമിയിലേക്ക് വന്നത്, യേശു ക്രൂശിൽ മരിച്ചത് നമ്മളെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ്. അപ്പോൾ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടു. നമുക്കറിയാം ദൈവം ആത്മാവാണ്. പാപം ചെയ്തപ്പോൾ മനുഷ്യന് നഷ്ടപ്പെട്ടതും ആത്മാവാണ്. ആത്മാവ് മരിച്ചു. പക്ഷേ യേശു ക്രിസ്തു മുഖാന്തരം യേശുവിൻ്റെ പാപപരിഹാര യാഗത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് ദൈവം കൃപയാൽ സൗജന്യമായി നൽകുന്ന ഒന്നാണ്. അപ്പോൾ സൗജന്യമായി നമ്മൾ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് നമ്മൾ നടന്നപ്പോൾ നമ്മൾ ദൈവരാജ്യത്തിലായി. ഇന്ന് ദൈവത്തിൻ്റെ രാജ്യം അത് ആത്മമണ്ഡലമാണ്. നമുക്കറിയാം യേശുവിനെ ക്രൂശിക്കുന്ന സമയത്ത് ന്യായവിധിക്ക് നിൽക്കുമ്പോൾ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിക്കുമ്പോൾ യേശു ഒരിക്കലും രാജാവോ അല്ലെന്ന് പറയുന്നില്ല, എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറയുന്നത്. അപ്പോൾ യേശുവിൻ്റെ രാജ്യം, ദൈവരാജ്യം, അത് ആത്മമണ്ഡലമാണ്. അപ്പോൾ നമ്മൾ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടപ്പോൾ, യേശുവിൻ്റെ ക്രൂശിലെ യാഗത്തിലൂടെ നമ്മുടെ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടപ്പോൾ നമ്മൾ ദൈവരാജ്യത്തിലായി. അപ്പോൾ ഒന്നാമത് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടപ്പോൾ ദൈവരാജ്യത്തിലായി. യേശു ഭൂമിയിൽ വന്നത് ദൈവരാജ്യം സ്ഥാപിക്കാനാണ്. പിന്നെ മൂന്നാമത്, ദൈവരാജ്യത്തിലായ നമ്മളുടെ മേൽ ദൈവം തൻ്റെ ആത്മാവിനെ അയച്ചു. പരിശുദ്ധാത്മാവ് നമ്മളുടെ മേൽ വന്നു. ഇപ്പം നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരാൻ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടേണ്ടവരാണ്. ഇത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യവുമാണ്. വീണ്ടും ജനിച്ചൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയോടുകൂടെ സദാസമയവും ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നുണ്ട്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കുക. ഞാനിനി ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ടിട്ടാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും നമ്മളുടെ പ്രവൃത്തി മുഖാന്തരം പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇത് നിങ്ങൾ തിരിച്ചറിയുക. നാലാമതായി, യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചതാണ് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി, അതായത് ദൈവരാജ്യത്തിൽ പ്രവേശിച്ച ഒരു വ്യക്തി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവൻ എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു വ്യവസ്ഥ. അതായത് ദൈവം നമ്മളെ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കാം എന്നുള്ളതിനെക്കുറിച്ചിട്ട് യേശു ക്രിസ്തു മുഖാന്തരം ദൈവം നമ്മളോട് സംസാരിച്ചു. നമ്മൾ എബ്രായർ 1 നമ്മൾ വായിക്കുന്നുണ്ട്, പണ്ട് ദൈവം തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം ഭാഗമായി സംസാരിച്ചുവെങ്കിൽ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം സംസാരിച്ചിരിക്കുന്നു. പണ്ട് ന്യായപ്രമാണം ദൈവം മനുഷ്യരാശിക്ക് കൊടുത്തതാണ് പ്രവാചകന്മാർ മുഖാന്തരം. എന്നാൽ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് സംസാരിച്ചിരിക്കുന്നു. ഇപ്പം നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടെങ്കിലും നമ്മളിന്ന് ആയിരിക്കുന്നത് ഈ ഭൂമിയിലാണ്. ജഡപ്രകാരം നമ്മൾ ഈ ഭൂമിയിലാണ് ആയിരിക്കുന്നത്. അപ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ പൗരത്വമുള്ളവരായ നമ്മൾ ഈ ഭൂമിയിൽ എങ്ങനെ ദൈവഹിതപ്രകാരം ജീവിക്കണം എന്നുള്ളത്
യേശു ഈ ഭൂമിയിൽ വന്ന് നമുക്ക് വെളിപ്പെടുത്തി. അതാണ് യേശുവിൻ്റെ ഗിരിപ്രഭാഷണം മുതലുള്ള എല്ലാ ഉപദേശങ്ങളും, യേശുവിൻ്റെ എല്ലാ പ്രസംഗങ്ങളും, യേശുവിൻ്റെ ജീവിത രീതികൾ എല്ലാം ദൈവരാജ്യത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒന്നാണ്. അപ്പോൾ നാലാമത്തെ കാര്യം, രക്ഷിക്കപ്പെട്ട ദൈവരാജ്യത്തിലായ നമ്മൾ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണമെന്നുള്ളത് കർത്താവ് നമ്മളോട് സംസാരിച്ചു. അത് നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും നമ്മൾ ആ കാര്യമൊന്നും ശ്രദ്ധിക്കാത്ത ഒരു അവസ്ഥയിലാണ് നമ്മുടെ ശുശ്രൂഷാ മേഖലകളും നമ്മൾക്ക് കിട്ടുന്ന ഉപദേശങ്ങളും നമ്മുടെ ജീവിത രീതികളും എല്ലാം. അതുകൊണ്ടിട്ടാണ് കർത്താവ് മത്തായിയുടെ സുവിശേഷം 28 അവസാനം പറയുന്നത്, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ടും സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഇവിടെ പറയുന്നത്, യേശു പറയുന്നത്, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചു. അപ്പോൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിച്ചവൻ എന്ന് വെച്ചാൽ ആ വ്യക്തി യേശുവിനെ ഹൃദയത്തിൽ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് സഭക്കകത്ത് വന്ന വ്യക്തിയാണ്. ആ സഭക്കകത്ത് വന്ന വ്യക്തിയെ എന്ത് ഉപദേശിക്കണമെന്നാണ് കർത്താവ് പറയുന്നത്? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ടും സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുക. അപ്പോൾ യേശു എന്ത് കൽപ്പിച്ചോ, യേശുവിൻ്റെ 3.5 വർഷക്കാല ജീവിതത്തിൽ എന്ത് കൽപ്പിച്ചോ അത് നമ്മൾ തിരുവെഴുത്ത് പ്രകാരം സുവിശേഷങ്ങളിൽ നിന്നും മനസ്സിലാക്കി അത് പ്രകാരം ഉപദേശിക്കുകയും വേണം, അത് പ്രകാരം ജീവിക്കുകയും വേണം. അപ്പോൾ നമ്മൾ യേശുവിൻ്റെ ശിഷ്യന്മാരായിത്തീരും. വിശ്വാസികളാക്കാനല്ല പറഞ്ഞ് ശിഷ്യരാക്കുവാനാണ് കർത്താവ് പറഞ്ഞത്. ഇപ്പം എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരു ശുശ്രൂഷകനാണെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങൾ ഉപദേശിക്കുന്നത്, നിങ്ങൾ സഭയിൽ പ്രസംഗിക്കുന്നത് യേശു ഉപദേശിച്ച ഉപദേശങ്ങളാണ്. നമ്മൾ വായിക്കുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുവനിലും ദൈവമില്ല, അങ്ങനെയുള്ളവനെ നമ്മൾ ഭവനത്തിൽ കൈക്കൊള്ളരുത് എന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളുടെ ആത്മീയ ജീവിതത്തിൽ തിരിച്ചറിയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നാമതായിട്ട് ഞാൻ പറഞ്ഞു, യേശു ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിച്ചു. രണ്ടാമത് ആ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ പാപം ഒരു തടസ്സമായിരുന്നു. ആ പാപപരിഹാരം യേശു ക്രൂശിൽ നിർവഹിച്ചു. അത് സ്വീകരിച്ച് നമ്മൾ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചു, സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ചു. അത് ആത്മാവ് സംബന്ധിച്ചിട്ടാണ്. മറ്റൊന്ന്, ഈ ഭൂമിയിൽ ആ ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കാൻ സഹായകനായി പരിശുദ്ധാത്മാവിനെ നമുക്ക് ദൈവം നൽകി. മറ്റൊന്ന്, ഈ ഭൂമിയിൽ ജഡത്തിലായിരിക്കുന്ന നമ്മൾ എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കണം എന്നുള്ളത് വെളിപ്പെടുത്തിക്കൊണ്ട് യേശു കർത്താവ് ഈ ഭൂമിയിൽ പ്രസംഗിച്ചു, ഉപദേശിച്ചു. ഇനി അഞ്ചാമത്തെ കാര്യമാണ്. അഞ്ചാമത്തെ കാര്യം, നമുക്കിതെല്ലാം ലഭിച്ചത് ദൈവത്തിൻ്റെ കൃപയാണ്. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നിട്ട് മനുഷ്യരാശിക്ക് നൽകിയ ഏറ്റവും വലിയ മറ്റൊരു അനുഗ്രഹമാണ് കൃപ. എന്ന് വെച്ചെന്നാൽ മനുഷ്യൻ ഒരിക്കലും ദൈവസന്നിധിയിൽ നേരോടെ നിൽക്കുവാൻ യോഗ്യനല്ലായിരുന്നു. അവൻ പിശാചിൻ്റെ വാക്ക് കേട്ട് അവൻ പിശാചിന് അടിമയായിത്തീരുന്നു. പിശാചിൻ്റെ ഇംഗിതത്തിനൊത്തവണ്ണം പൈശാചിക ശക്തിയാവുന്ന ആത്മമണ്ഡലമായ പൈശാചികമായ ആ മണ്ഡലത്തിന് കീഴ്പ്പെട്ട് അവൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചു കൊണ്ടിരുന്ന മനുഷ്യനെ ഒരിക്കലും ദൈവസന്നിധിയിൽ അവൻ്റെ നേർച്ച കാഴ്ചകളുകൊണ്ടോ അവൻ്റെ പ്രവൃത്തി മുഖാന്തരമോ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കയില്ല എന്ന നിലയിലായിരുന്ന മനുഷ്യനെ ദൈവം തന്നെ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്ന് മനുഷ്യൻ ചെയ്ത പാപത്തിൻ്റെ പരിഹാരം മുഴുവനും ആ യേശു ക്രിസ്തുവിൻ്റെ മേൽ ചുമത്തിക്കൊണ്ട് ആ യേശു നമ്മളുടെ പാപപരിഹാരയാഗമായി തീർന്നു. യെശയ്യാവ് 53 വായിച്ചെന്നാൽ നമുക്കത് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഈ രക്ഷ കിട്ടിയത് കൃപയാലാണ്. മനുഷ്യരാശിക്ക് ഈ രക്ഷ, നിത്യജീവൻ അല്ലെങ്കിൽ ദൈവരാജ്യത്തിനകത്ത് പ്രവേശിക്കുക, ദൈവരാജ്യത്തിനകത്തുള്ള എല്ലാ
നന്മകളും ഉയർച്ചകളും അനുഗ്രഹങ്ങളും വിടുതലുകൾക്ക് എല്ലാത്തിനും നമ്മൾ അവകാശികളാവുന്നത് കൃപയാലാണ്. അപ്പോൾ യേശു ക്രിസ്തുവിലൂടെ മനുഷ്യരാശിയുടെ മേൽ ദൈവത്തിൻ്റെ കൃപ വ്യാപരിച്ചു, കൃപ ലഭിച്ചു. മറ്റൊന്നാണ്, യേശു ക്രിസ്തുവിലൂടെ ദൈവം നമ്മളോട് കാണിച്ചത് തൻ്റെ സ്നേഹമാണ്. തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം അത്രയധികം ദൈവം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഈ പറഞ്ഞ 5 കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ, നമ്മുടെ ആത്മമണ്ഡലത്തിൽ അത് പ്രകാശിച്ചെന്നാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം എത്ര വലുതാണെന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. അപ്പോൾ 6-മതായി ദൈവം തൻ്റെ സ്നേഹം നമ്മളുടെ മേൽ വെളിപ്പെടുത്തി. ഞാനിപ്പോൾ ഈ 6-മതെന്ന് പറഞ്ഞത് 1-മതായിട്ട് പറയേണ്ട കാര്യമാണ്. പക്ഷെ എല്ലാത്തിനും ഈ പറഞ്ഞ 6 കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്ന ഈ 6 കാര്യങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യമുണ്ട്. അപ്പോൾ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ മനുഷ്യരാശിക്ക് ലഭിച്ച 6 കാര്യങ്ങൾ, എനിക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്ന 6 കാര്യങ്ങളാണ് ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്തത്. യേശു ഭൂമിയിൽ വന്നിട്ട് പ്രസംഗിച്ച ഗിരിപ്രഭാഷണം മത്തായി 5 അതിൻ്റെ 3-ാമത്തെ വാക്യം വായിച്ച് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ ആദ്യം പറയുകയുമുണ്ടായിരുന്നു അതിനെക്കുറിച്ചിട്ട്. പക്ഷേ ഇന്നിപ്പോൾ നമ്മളുടെ സമയം അധികം ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഈ വാക്യവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ അടുത്ത ദിവസം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ആ വാക്യം ഇതാണ്: ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവർക്കുള്ളത്. അപ്പോൾ എന്താണ് ഈ വാക്യത്തിൻ്റെ, ദൈവം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യാഖ്യാനം, ആ വചന വെളിപ്പാട് എന്താണെന്നുള്ളത് എനിക്ക് കർത്താവ് വെളിപ്പെടുത്തി തന്നതിനൊത്തവണ്ണം ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്ന് സമയം പരിമിതി ഉള്ളത് ഈ മെസ്സേജ് ഞാനിവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ മെസ്സേജ് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവരാജ്യ സംബന്ധമായ കാര്യങ്ങൾ വെളിപ്പെടുത്തി തരണം. നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ ഇത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ആത്മമണ്ഡലത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ നമുക്കിത് വെളിപ്പെടുത്തി തരണം. അപ്പോൾ 6 കാര്യങ്ങൾ ഞാൻ പറയുണ്ടായിരുന്നു. യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ മനുഷ്യരാശിക്ക് ലഭിച്ച 6 അനുഗ്രഹങ്ങൾ അത് എനിക്ക് വെളിപ്പെടുത്തി തന്നതാണ്. പക്ഷെ 6 എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നും ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതെല്ലാം പറയാനായിട്ട് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ 6 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഒന്ന്, യേശു ഈ ഭൂമിയിൽ വന്ന് ദൈവരാജ്യം സ്ഥാപിച്ചു, സ്വർഗരാജ്യം ഈ ഭൂമിയിലുണ്ട്. മറ്റൊന്ന്, അതിലേക്ക് പ്രവേശിക്കുവാൻ യേശു തന്നെ യാഗമായി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് നടത്തി. ആ വീണ്ടെടുപ്പ് ലഭിച്ചവരാണ് ഈ ദൈവരാജ്യത്തിൽ അഥവാ സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ചിരിക്കുന്നത്. 2, നമ്മൾക്ക് ആ ദൈവരാജ്യത്തിൽ ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് എന്നൊരു സഹായകനെ ദൈവം നമുക്ക് നൽകി. മറ്റൊന്ന്, ദൈവരാജ്യത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡിസിപ്ലിൻ, വ്യവസ്ഥകൾ നമുക്ക് കർത്താവ് തൻ്റെ പ്രസംഗങ്ങളിലൂടെ, ഉപദേശങ്ങളിലൂടെ, ജീവിത രീതികളിലൂടെ നമുക്ക് നൽകി. മറ്റൊന്ന്, ഇതെല്ലാം നമുക്ക് കൃപയാലാണ് നമുക്ക് ലഭിച്ചത്, നമ്മുടെ യോഗ്യതയല്ല, ദൈവത്തിൻ്റെ കൃപ. മറ്റൊന്ന്, ഇതിലൂടെ ദൈവത്തിന് മനുഷ്യരാശിയോടുള്ള സ്നേഹം എന്താണെന്നുള്ളത് നമുക്ക് വെളിപ്പെട്ട് കിട്ടി. തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം അത്രയധികം ലോകത്തെ സ്നേഹിച്ചു. ഇന്നത്തെ ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുണ്ടാകേണ്ട ഒരു മാറ്റം, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത, ദൈവഹിതമല്ലാത്ത ഒരു പ്രവൃത്തിയും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുതേ എന്നുള്ളൊരു പ്രാർത്ഥന നമ്മളിൽ നിന്നുണ്ടാകണം. അതിന് യേശു പറഞ്ഞു, കൊമ്പ് മുന്തിരിവള്ളിയോട് ചേർന്ന് നിന്നാൽ വളരെ ഫലം കായി, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ കർത്താവ് തന്നെ നമ്മളെ സഹായിക്കണം. വിശുദ്ധിയോടെ ദൈവ ഇഷ്ടപ്രകാരം ഈ ഭൂമി ജീവിക്കുവാൻ നമ്മളെ സഹായിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ്.
കർത്താവ് യേശുവിൻ്റെ കൃപയിലാണ് നമുക്ക് വീഴുമ്പോഴും കർത്താവെ കൃപ ചൊരിയണമേ എന്ന് പറഞ്ഞ് നിരപ്പ് പ്രാപിപ്പാൻ, ദൈവസന്നി നിരപ്പ് പ്രാപിപ്പാൻ ഇന്നും ആ കൃപാസിംഹാസനം പിതാവിൻ്റെ വലതുഭാഗത്ത് നമുക്കുണ്ട്. അപ്പോൾ ദൈവത്തെ നമ്മൾ പൂർണ്ണമായി സ്നേഹിക്കുക. അപ്പോൾ ദൈവ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് ദൈവം കൃപ ചെയ്യും. ദൈവസ്നേഹമാണ് നമ്മളിൽ നിന്ന് തിരിച്ച് നമുക്ക് ദൈവത്തിന് കൊടുക്കാനുള്ളത്. ഇത്രയും ദൈവം നമ്മളെ സ്നേഹിച്ചെങ്കിൽ, ഇത്രയും കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയെങ്കിൽ നമുക്ക് തിരിച്ച് ചെയ്യാവുന്നത് ആദ്യം നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ആ ദൈവത്തെ ഒന്ന് സ്നേഹിക്കാനുള്ള മനസ്സ് നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമുക്ക് ഒരു സമർപ്പണമായി ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ നമുക്കതൊന്ന് സമർപ്പിക്കാം. എങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ, ദൈവിക ശുശ്രൂഷകളെ ദൈവം ആഗ്രഹിക്കും പ്രകാരം ചെയ്യുവാനെല്ലാം നമുക്ക് കഴിയും. അതിനായി ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.